പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ മോനെ നീ അള്ളാഹിനോട് സഹായം ചോദിക്കുക എന്ന് ചെറിയ കുട്ടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് സമസ്തയുടെ ഒരു മദ്രസയിൽ നിന്ന് ഉസ്താദിന് കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? മക്കളെ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം അബോധികമായ സഹായങ്ങൾ നിങ്ങൾ ചോദിക്കുക എന്ന് പഠിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചതുപോലെ തന്നെ സമസ്ത കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെ തിരിച്ചു വയ്ക്കും. അപ്പോൾ അജ്മീർ ദർഗയിൽ പോയിട്ട് അവിടുത്തെ ഷെയ്ഖിനോട് ചോദിക്കാൻ പറ്റൂലേ? അപ്പോൾ ഭീമാ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് സങ്കടങ്ങൾ പറയാൻ പറ്റൂലേ? മരിച്ചുപോയ മഹാന്മാക്കളോട് അവർക്ക് അള്ളാഹ് കൊടുത്ത കയ്യിൽ നിന്ന് ചോദിക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചാൽ ഉസ്താദ് കുടുങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ തൗഹീദ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത എന്നുള്ളത് ഇസ്ലാമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ലക്ഷ്യമാക്കിക്കൊണ്ടാണോ പ്രബോധനം ചെയ്തത് അതിനെതിരായിക്കൊണ്ടാണ് ഇന്ന് സമസ്ത പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കൊണ്ട് പ്രബോധനം ചെയ്തത് തൗഹീദാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്. എന്നാൽ ഇന്ന് സമസ്തക്കാരെന്താണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്? അവരാരെങ്കിലും അള്ളാഹുവിനോട് മാത്രം ആരാധിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക എന്ന് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? അപ്പൊ സമസ്ത എന്നുള്ളത് ഇസ്ലാം അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം.